ഈ വീഡിയോ ഇടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സിസ്റ്റത്തിലെ ആപ്പുകൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എഡിറ്റിംഗ് മാത്രമാണ് പരിചയപ്പെടുത്തുന്ന ഒരു പരാതി ഒരാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് കൂടി പരിചയപ്പെടുത്തണം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആപ്പിലാണ് എൻ്റെ മിക്ക തംബ്നെയിൽസും റീൽസിനുള്ള തംബ്നെയിൽസും എൻ്റെ ഒരു ഫുഡ് വ്ളോഗ് ചാനലുണ്ട്, അതിലുള്ള അതായത് ഹേ വിശാഖ് എന്നും പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അതിലുള്ള തംബ്നെയിൽസും എൻ്റെ പരിപാടികളെല്ലാം ഈ ഒരു ആപ്പിലൂടെയാണ്. ഇതിൻ്റെ എത്രമാത്രം ഇതിൻ്റെ യൂസ് ഉണ്ടെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലയാളം എഡിറ്റർ എന്ന് പറയുന്നൊരു ആപ്പാണ് സംഭവം. ഇതിൽ കയറിയപ്പോൾ തന്നെ കുറേ ട്രോൾ ഇമേജസ് കാണാം അല്ലേ. ഒരു പക്ഷേ ഫേസ്ബുക്കിൽ പണ്ട് ഇപ്പോഴുള്ളതിനേക്കാളും പണ്ട് ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ഇത് ഇങ്ങനെയുള്ള ട്രോളുകളാണ്. ഓരോ ഇപ്പം ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളായാലും വൈറലായിട്ടുള്ള വിഷയങ്ങളായാലും അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഇമേജസ് വെച്ചിട്ട് നടന്മാരുടെ മീംസൊക്കെ വെച്ചിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പണ്ട് ഭയങ്കര ക്രൈസായിരുന്നു ഇത് ഉണ്ടാക്കാനും ഇത് നമുക്ക് വായിക്കാനും ഒക്കെ. അങ്ങനെ ഉള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള മീംസ് ഇവിടെ ഇങ്ങനെ കിട്ടും. ഇത് ഈ ട്രോളുകൾ വായിച്ച് രസിക്കാം കേട്ടോ. വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾക്കും ഉണ്ടാക്കി ഇത് എനിക്ക് ഷെയർ ചെയ്യാം ഈ ആപ്പിൽ. അപ്പോൾ ഇപ്പം നമ്മളിത് നോക്കാൻ പോകുന്നത് നമുക്കിത് എങ്ങനെ ഉപയോഗപ്പെടുത്താം, എന്തൊക്കെയാണ് ഇതിലുള്ള ബെനിഫിറ്റ്സ്, ഒരു കണ്ടൻറ് ക്രിയേറ്റർക്കോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ എന്തൊക്കെ യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ആദ്യം തന്നെ ഈ പേജസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പബ്ലിക് ഉണ്ട്, മൈ വർക്കുണ്ട്. നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ ഇത് ഇവിടെയാണ് ഇങ്ങനെ വരുന്നത്. ഇത് സംഭവം ഞാൻ എൻ്റെ ഫുഡ് വ്ളോഗിന് വേണ്ടി ചെയ്തിട്ടുള്ള തംബ്നെയിൽസാണ് ഇത് ഇവിടെ ഇങ്ങനെ വരുന്നത് കേട്ടോ. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള റീലിന് വേണ്ടി ഞാൻ ചെയ്യുന്ന തംബ്നെയിൽസ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഈ പേജസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് വലത് സൈഡിലൊരു ബ്ലൂ ബട്ടൺ, ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും ബ്ലൂ കളറിൽ. അതിലങ്ങ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഇവിടെ ഈ സിമ്പിൾ ലേഔട്ട്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിലിതേ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ അതുമാത്രമല്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ച് ഇപ്പോഴത്തെ ഇപ്പം ബർത്ത്ഡേ ആയാലും ഇപ്പോഴത്തെ ഈദ് മുബാറക്കിൻ്റെ ആയാലും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ പെർമനൻ്റായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കും. അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യാം, പണിയാം, എന്തുവേണം ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പം നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗാലറിയിൽ ഓൾറെഡി തംബ്നെയിലിനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചൂസ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ചൂസ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ടേക്ക് ഫോട്ടോ, അതങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. ഈ ചൂസ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലോട്ട് പോകും. ഞാനതിപ്പോൾ ഓപ്പൺ ചെയ്തില്ല. അവിടെ നിന്ന് ഒരു ഫോട്ടോ പിക്ക് ചെയ്ത് ഇങ്ങ് കൊണ്ടുവന്നാൽ അതിലിട്ട് പല എഡിറ്റിങ് ചെയ്യാം. എന്തൊക്കെ എഡിറ്റിങ് ചെയ്യാമെന്ന് ഞാൻ ഇവിടെ ബ്ലാങ്ക് ഫയലിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കയ്യിലുള്ള ഇമേജ് കൊണ്ട് എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന്. ഇവിടെ ഞാനിപ്പോൾ ഒരു റീലിനുള്ള തംബ്നെയിൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ്, നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ ടൈമാണ്. അപ്പം ഇലക്ഷൻ്റെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ടിനോ ആർക്കെങ്കിലും ഒരു ഇലക്ഷന് നിൽക്കുന്ന ആളിന് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേറെ എവിടെയും പോകണ്ട. ഇതിൽ പോർട്രേറ്റ് മോഡ് ക്ലിക്ക് ചെയ്യാം. ഈ പോർട്രേറ്റ് മോഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, അത് കുറച്ചിങ്ങനെ സൈഡോട്ട് നീക്കിയാൽ കളയുക. എന്നിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് ലേഔട്ട്. ഇത് നമുക്ക് ലേഔട്ടിൻ്റെ ഹൈറ്റ് കൂട്ടാം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിലിവിടെ താഴെ സൈസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ആ സൈസിൽ ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ഇവിടെ താഴത്തെ രണ്ടാമത്തെ ഇതിൽ ഹൈറ്റ് കണ്ടോ, വിത്തും ഹൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൈറ്റ് കുറേശ്ശെ ഇങ്ങനെ കൂട്ടിയാൽ ഇതിങ്ങനെ കൂടിക്കൂടി വരും. ഇത് കുറയ്ക്കാം, ഹൈറ്റ് കൂട്ടാം, വിത്ത് കൂട്ടാം, കുറയ്ക്കാം, എന്തുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വിത്തോ ഹൈറ്റോ എന്തെങ്കിലും ഒന്ന് കുറച്ചോ കൂട്ടിയിട്ട് നിങ്ങളൊരു ഈ ഒരു സൈസിനാക്കി എടുക്കുക. നമ്മുടെ മൊബൈലിലൊക്കെ ഇടുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പോസ്റ്റർ പോലൊരു സൈസിന് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി പതുക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് ഈ സംഭവം പ്യുവർലി അല്ലെങ്കിൽ അത്രയും മാത്രം ഫ്രീ ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ താഴെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബിഗ് ബ്രദേഴ്സ് ആൻഡ് സ്മാർട്ട് സിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഹാഷ്ടാഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയായാലും ഒരു താങ്ക്സ്, ബിഗ് താങ്ക്സ്. കാരണം ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ആപ്പുകളിലൊന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഓക്കെ, നമുക്ക്
ഇവിടെ തുടങ്ങാം. നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഇനി വല്ല ഇമേജും കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ആഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. അതിന് മുമ്പ് വേറെയും കുറച്ച് സാധനമുണ്ട്, അതെല്ലാം പരിചയപ്പെട്ട് അങ്ങോട്ട് വരാം. ഇവിടെ മീം ഇമേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇവിടെ ഈ സെർച്ചിൻ്റെ അവിടെ നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നടന്മാരുടെ അല്ലെങ്കിൽ നമുക്കൊരു കോമഡി നടൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട്, സുരാജ് നടിക്കുമ്പോൾ തന്നെ ഇവിടെ ഉണ്ട് ജയസൂര്യ, കുറേ പേരുടെ ഉണ്ട്. സുരാജ് വെഞ്ഞാറമൂട് അടിച്ചിട്ട് ഞാനിവിടെ സെർച്ച് കൊടുക്കുകയാണ്. സെർച്ച് കൊടുക്കുന്ന ടൈമിൽ സുരാജിൻ്റെ കുറേ ഇമേജസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ട്രോൾ വീഡിയോസിലൊക്കെ കാണുന്ന ഇമേജസൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ പലരും. ഇങ്ങനെ കിട്ടും. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിൽ ഏതെങ്കിലും ട്രോൾ ഇപ്പോൾ ഇതെടുക്കുകയാണ്. ഇതെടുത്തിട്ട് സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് വന്നു നമ്മളെ ക്യാൻവാസിൽ വന്ന് വീഴും. അതിൻ്റെ സൈസ് നമുക്കിവിടെ ഈ ആരോ മാർക്കിൽ പിടിച്ച് ഇങ്ങനെ നീക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വലുതാവും ചെറുതാവും ചെയ്യും. അതിനുശേഷം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ കൊടുത്ത് ഇവിടെ സെറ്റപ്പ് ചെയ്തെടുക്കാം. ഇത് ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഒരു ഇമേജ് വെച്ചു. ഇനി മുകളിൽ ചിലപ്പോൾ ഇപ്പം നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തെ പറ്റിയാണെന്ന് വെച്ചോളൂ. എന്നിട്ട് താഴെ ഈ ഒരു ഇമേജും കൊടുത്തിട്ട് ഇനി ഈ ആഡ് ടെക്സ്റ്റ് കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർ എന്നടിക്കാം. സൂപ്പർ എന്നടിച്ചിട്ട് ഞാനിപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാറ്റമില്ല. തൊട്ട് മുകളിലായിട്ട് ഇവിടെ മലയാളം എന്നൊരു ഓപ്ഷനുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഈ സാധനം ഇതങ്ങ് ഓണാക്കിയും ഓഫാക്കുകയും ചെയ്യാം. ഇത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സൂപ്പർ എന്ന് ഇംഗ്ലീഷിൽ അടിച്ചിട്ട് സ്പേസ് കൊടുക്കുമ്പോഴത്തേക്കും സൂപ്പർ എന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ആവും. അത് നിങ്ങൾക്ക് വലിയ ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഓൾറെഡി എല്ലാവരിലും മംഗ്ലീഷ് കീബോർഡ് കാണും. മംഗ്ലീഷ് കീബോർഡ് ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു പരിപാടി. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സൂപ്പർ എന്നുള്ള സാധനം വരും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയോ എവിടെയെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഇമേജിൻ്റെ മണ്ടയെ കൊണ്ട് വയ്ക്കുമ്പോൾ ഇതിന് കാണാൻ പറ്റുന്നില്ലല്ലേ. അപ്പം ആ ഒരു ലെറ്റർ തന്നെ ഞെക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ. അതിൽ സൈസ് സ്റ്റോക്ക് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. ഈ ഷാഡോയുടെ തൊട്ട് താഴെ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോക്ക് എന്നും പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തേക്കും കണ്ടോ. അതിൽ സ്റ്റോക്കിൻ്റെ കളറ് നമ്മളിപ്പോൾ ഒരു മഞ്ഞയോ വെള്ളയോ ഒക്കെ ആക്കിയിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് സ്റ്റോക്ക് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടോ, സ്റ്റോക്ക് ഇങ്ങനെ വരും. കണ്ടല്ലോ. ഇനി ഈ സ്റ്റോക്കിൻ്റെ കളർ ബ്ലാക്ക് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. മിക്ക ട്രോളിലും നമ്മൾ കാണുന്നത് ഇങ്ങനൊരു കളറായിരിക്കും. ഇനി നമ്മൾ ഈ ഫോണ്ടിൻ്റെ കളർ ഈ ഫോണ്ടിലൊന്ന് ഞെക്കിയിട്ട് ഫോണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വെള്ളയാക്കുകയാണ്. മിക്ക ട്രോളുകളിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കളറോ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ഔട്ട്ലൈനിൽ മഞ്ഞ വരുന്ന രീതിയിലുള്ള ഇതൊക്കെ ആയിരിക്കും മിക്ക ട്രോളുകളിലും കാണുന്നത്. കാരണം അത്രയും മാത്രം ലെറ്റർ ഇറച്ച് നിൽക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം. അപ്പോൾ ഇത് കണക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രോൾ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിനി ഒരു പോസ്റ്റർ കണക്ക് ഉണ്ടാക്കി വെക്കാം. ഇലക്ഷൻ ആയതോടെ ഇലക്ഷൻ തന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് ഇപ്പോൾ മീമിൻ്റെ ഇത് പരിചയപ്പെട്ടു. ഇനി നിങ്ങൾ പരിചയപ്പെടുന്നൊരു സാധനമാണ് ഈ ക്ലിപ്പ് ആർട്സ് എന്നുള്ള ഇതുണ്ടോ. ക്ലിപ്പ് ആർട്സ് എന്നുള്ള സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൽ എക്സ്പെഷ്യലി ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് BJP, INC അതായത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഇവരുടെയൊക്കെ അതായത് ഇന്ത്യയുടെ ഇതിൻ്റെയൊക്കെ കൊടി ചിഹ്നങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഏത് പോസ്റ്റർ ചെയ്യണമെന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ്. കാരണം ഞാൻ ഏതെങ്കിലും മാറി ചെയ്തിട്ട് എനിക്കിനി ട്രോള് കിട്ടും, അല്ലെങ്കിൽ ഞാനിനി ചിലപ്പോൾ സംഖ്യയാണെന്നോ കോൺഗ്രസ് ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കി കളയും. അതുകൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് ഓടിച്ച് നോക്കാം. അത് ഞാൻ ഇവിടെ BJPയുടെ ഇവിടെ കണ്ടോ, അതിൽ ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ആദ്യം ഒന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോൾഡറിലുള്ള എല്ലാ BJPയുടെ ഐറ്റംസും ഇപ്പോൾ ഡൗൺലോഡ് ആവും. വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇതിൽ മുമ്പ് അവർ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ BJPയുടെ ഇത് കാണും. മോദിയുടെ പടമൊക്കെ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പലതും എടുത്ത് വെച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാം. ഇത്ര സാധനങ്ങൾ തന്നെ ധാരാളമാണ്. കണ്ടോ, ഇതൊക്കെ തന്നെ ധാരാളമാണ് നിങ്ങൾക്കൊരു പോസ്റ്റർ ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. കണ്ടല്ലോ, ഇത്രയും സാധനങ്ങളുണ്ട്. ഇപ്പം മോദിയുടെ ഒരു പടം വേണം, അത് ഇവിടെ ഉണ്ട്. ഈ ഒരു പടത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ച മോദിയുടെ പടം ഇവിടെ ഇങ്ങനെ വരും. കണ്ടല്ലോ,
ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇപ്പം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പിന്നും സൈഡിലോട്ടാക്കുക, ക്ലിപ്പാർട്ടിൽ പോവുക, BJP എടുക്കുക. എന്നിട്ട് ഇവിടെ താമരയോ അവരുടെ ചിഹ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വരിക. അങ്ങനെ എന്തുകൊണ്ടും ചെയ്യാം. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇതെടുക്കും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വായിച്ചൊന്നുമില്ല, മനസ്സിലായില്ല. എന്തെങ്കിലും ഇവിടെ വയ്ക്കാം, സോറി. ഓക്കെ, ഇങ്ങനെ വയ്ക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മുകളിലും അതുപോലൊരു സാധനം കൊണ്ട് വയ്ക്കാം. ക്ലിപ്പാർട്ടിൽ പോവുക, BJP എടുക്കുക, ഇതിങ്ങനെ വരിക. എന്നിട്ട് ഒരു താമര ഞാൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു കേട്ടോ. ഇങ്ങനെ വെച്ചു. സംഭവം ഞാൻ സിമ്പിളായിട്ട് ചെയ്തതാണ്. നമുക്ക് ഇതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാൻ പറ്റും, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ ഞാൻ കാണിച്ചു തരാം. ഇനി താഴെ ഇവിടെ എഡിറ്റ് BG എന്ന് പറഞ്ഞ് കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് പാറ്റേൺസും ഗ്രേഡിയൻസും ഒരുപാട് സോളിഡ് കളറ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ മാത്രമായിട്ട് ഇവിടെ കൊണ്ടുവരാം. ബാക്കിൽ ഇപ്പോൾ റെഡ് മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തത് കണ്ടോ. ഇപ്പം ഈ ഒരു കളറ് അവിടെ നിങ്ങൾക്ക് കളർ ഇങ്ങനെ മാറ്റാൻ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലോട്ട് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഈ താഴെ 3 കൊടുത്തിട്ടുണ്ടോ, ഇവിടെ ആയിട്ട് ഈ 3 കളർ മാറ്റിയും കൊടുക്കുക. ഇപ്പം ഞാൻ ഈ ഒരു കളർ എടുക്കുകയാണ്, ഏകദേശം BJPയുടെ കളർ തോന്നിയിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു പാർട്ടിയോട് ചെയ്യാം. ഇല്ലെങ്കിൽ എല്ലാവരും പറയും ഞാൻ BJP ആണെന്ന് പറയും. ഓക്കെ, ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടും നമുക്ക് സാധാ വൈറ്റ് ആക്കാം. ഇനി അതേപോലെ വേറെ എന്തെങ്കിലും പരിചയപ്പെടുത്താൻ പെൻസില്, ഈ പെൻസിലൂടെ പരിചയപ്പെടുത്തി നമുക്ക് അടുത്ത ഇതുണ്ടാക്കാം കേട്ടോ. ഈ പെൻസിൽ സ്കെച്ച് എന്നുള്ള സാധനം കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ്, ഒരു PDF-ൻ്റെ ഇമേജ് എടുത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇതിൽ ഒപ്പിടണം എന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്ന് കുറച്ചിട്ടിട്ട് ഇവിടെ കളർ മാറ്റാം കേട്ടോ. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ ഇവിടെ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഞാനിങ്ങനെ ചുമ്മാ ഒരു ഒപ്പിട്ടു. എന്നിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിലോട്ട് വരും. അത് ചെറുതാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണോ കൊണ്ട് ആ ഒരു ഒപ്പ് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെയൊക്കെ കുറേ ഉപയോഗമുണ്ട് കേട്ടോ. ഇത് ഡിലീറ്റ് ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾ ഒരുപാടുണ്ട്. ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളും നോക്കുക. ആഡ് കോഡ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കോഡ്സ് ഇവിടെ വരും. ദീപാവലിയുടെയും ഇങ്ങനെയൊക്കെ കുറേയൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഒരുപാട് ഉപയോഗമുള്ള സാധനമാണിത്. ബാക്കിറക്കുക, എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക, എല്ലാം പരിചയപ്പെടാം. ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല. ഇനി നമുക്കൊരു ഇതുകൂടെ നോക്കാം. ഏതാ, കോൺഗ്രസ്സോ LDFോ ഏതെങ്കിലും LDF നോക്കാം. ഇതാ കണ്ട, നോക്കിക്കോ. അതും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്ത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഡൗൺലോഡ് ചെയ്യേണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാർട്ടിക്കാർക്കൊക്കെ ഇത്, പയ്യന്മാർക്കൊക്കെ ഒരുപാട് ഇത് ഉപയോഗപ്പെടും. കാരണം പണ്ട് ചെയ്തിട്ടുള്ള അത് ഇവർ കുറേ ആൾക്കാരെ വെച്ച് വിജയിപ്പിക്കുക. മുമ്പ് ഇലക്ഷനിൽ നിന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ള പഴയ പോസ്റ്ററിൻ്റെ ഇതൊക്കെ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ, അവരെയൊക്കെ വിജയിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇത് ചെയ്യണം, പോസ്റ്ററാണൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. LDF വരും. ഓക്കെ, LDF വരും, എല്ലാം ശരിയാവും. അതെടുക്കാം. അതാണ് അവരുടെ മുദ്രാവാക്യം. ഓക്കെ, അതെടുത്ത് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു റെഡ് ഗ്രേഡിയൻ്റ് കൊടുക്കണം. ഒരു റെഡ്, ഇപ്പോൾ പ്യുവർ ആയിട്ടുള്ളൊരു ചെറിയ റെഡ് ഇട്ടിട്ടുണ്ട് ഞാൻ. റെഡ് എന്ന് പറയാൻ വലിയൊരു കളർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിപ്പാർട്ടിൽ പോയിട്ട് ഇതുപോലെ LDFൻ്റെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. കൊടികൾ, ഒരു കൊടിയുണ്ട്. ആ കൊടി ഇങ്ങെടുത്തുകൊണ്ട് വരാം. ഒരു കൊടി ഇവിടെ ഇരിക്കട്ടെ, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റണമെങ്കിൽ മാറ്റി വയ്ക്കാം, അത് വേറെ കാര്യം. അപ്പോൾ തൽക്കാലം ഒരു കൊടി അവിടെ ഇരിക്കട്ടെ. ഇനി പിന്നെ ക്ലിപ്പാർട്ടിൽ പോവുക, LDF എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പണം, ഞാനിപ്പോൾ തൽക്കാലം ഇത് ചെകുവരയ്ക്ക് വേണ്ടിയുള്ളൊരു ഫ്ലെക്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഓക്കേ, ചെകുവര റെഡ് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മാറ്റേണ്ടതുണ്ട് കേട്ടോ. തൽക്കാലം വൈറ്റ് കിടക്കട്ടെ. അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ ചെകുവര ഞാൻ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പോയില്ലല്ലേ, കണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ലെയർ ഞെക്കിയിട്ട് നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ കിടക്കുവാണ്. അപ്പോൾ ഈ താഴെയുള്ള ലെയറിൻ്റെ അടിയിലോട്ട് ചെകുവരയുടെ ഈ ഭാഗം പോകണം, അല്ലെങ്കിൽ ഇതിങ്ങനെ മറഞ്ഞിരിക്കും കണ്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കണം നമ്മൾ. അതിന് വരെ ഇതിനകത്തോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ അകത്ത് നിൽക്കണം, താഴെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തെവിടെയും ഞെക്കുമ്പോൾ ഇവിടെ ലെയേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണും താഴെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇതിപ്പോൾ കണ്ടോ, ലെയർ ഏറ്റവും മുകളിൽ കിടക്കുവാണ്. അപ്പം ഞാനിത് ലെയർ കൊണ്ട്
ഏറ്റവും മുകളിൽ ഇങ്ങനെ വയ്ക്കുകയാണ്. ഈ താഴെ കിടക്കുന്നതാണ് ഏറ്റവും മുകളിൽ വരുന്ന സാധനം കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ ഏറ്റവും ബാക്കിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് ഇവിടെ താഴെ ഡൺ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ചെകുവര താഴെ പോയി. ഇത് മുകളിൽ വന്നു, ചെകുവര താഴെ പോയി. കണ്ടോ, താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ചെകുവരയ്ക്കൊരു പോസ്റ്ററാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് കണക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വരാം. നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഒരു പ്രശ്നമില്ല, വളരെ എളുപ്പമായിട്ട് എടുക്കാൻ പറ്റും. ഇത് ഇവിടെ ലാൽ സലാം ഉണ്ട്. നമുക്ക് ഈ ലാൽ സലാം കൂടി വേണമെങ്കിൽ എടുത്തുകൊണ്ട് വരാം. ലാൽ സലാം ഇങ്ങനെ ഇതിപ്പോൾ അലിമ്പായിട്ടോ സത്യത്തിൽ. ഇങ്ങനെ പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ പോസ്റ്ററൊക്കെ ഇത് കണക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്തൊക്കെയായാലും ഒന്ന് നോക്കുക, എല്ലാം ഡിലീറ്റ് ചെയ്യട്ടെ. ഇനി നമുക്കൊരു കോൺഗ്രസിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇനി കോൺഗ്രസ് വിരോധിയാണെന്നൊക്കെ വിചാരിച്ചാലോ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ, ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോൺഗ്രസിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് വെക്കാം. കണ്ടോ, കൈപ്പത്തിയുണ്ട്, എല്ലാം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. കണ്ടോ, ഈ 3 അതായത് ലീഡിങ് ആയിട്ട് നിൽക്കുന്ന 3 പാർട്ടിയുടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നമുക്ക് രാഹുലെണ്ണമുണ്ട്, ഇവിടെ എടുത്ത് വയ്ക്കുക. ഇവിടെ വേണമെങ്കിൽ വലുതാക്കി വയ്ക്കാം. നമുക്ക് നല്ല വലുതാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് INCയുടെ എന്തെങ്കിലും ലോഗോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് വെച്ച് കൊടുക്കാം. ഇവിടെ കൈപ്പത്തിയാണ് നമ്മുടെ ചിഹ്നം. ഓക്കെ, ഇതാ കണ്ടു, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇനിയും വയ്ക്കാം. ഞാനിത് ചുമ്മാ കാണിക്കുന്നതുകൊണ്ടാണ്. ഇതൊന്നുമല്ല, നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഒരുപാട് കിട്ടിലായിട്ട് ചെയ്യാൻ പറ്റണം. ഒരു രക്ഷയില്ലാത്ത രീതിയിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ടൈം കൊടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് ഇതിനകത്ത് പലതും ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുവാണ്. ഓക്കെ, കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് പല സാധനങ്ങളും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണ്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ടൊന്ന് പഠിക്കുക. ടെക്സ്റ്റുകളൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. ഇത് തംബ്നെയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ഇട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതെല്ലാം തീർത്തുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എൻ്റെ ഫുഡ് വ്ളോഗ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. ഹേയ് വിശാഖ് എന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുത്തേക്ക് ലിങ്ക് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.